എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരുടെയും ഒരു പ്രശ്നമാണ് കടുത്ത നിരാശയും വല്ലാത്ത ഡിപ്രഷനും ജീവിതം ആകപ്പാടെ നശിച്ച് തീർന്ന് തകർന്നു പോയ ഒരു അവസ്ഥയൊക്കെ. ഇനി എങ്ങനെ തിരിച്ചു വരണമെന്ന് അറിയത്തില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ആരോട് പറയും ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ വല്ലാണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം പുറത്ത് കിടന്നാൽ അടിച്ച് പൊളിച്ച് സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ട് ഇനിയും ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും. ആരുടെയും പുറകെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കേണ്ടെന്ന് കാര്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ തേടി ഓടി എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഒന്നാമായിട്ട് ഡിപ്രഷനിലാവപ്പെട്ടവർ ചെയ്യേണ്ടത് ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ് എന്നുള്ളതാണ്. പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോകാൻ തന്നെയുള്ള ഒരു കാരണം നമ്മളെ തന്നെ ഈ റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പിൻ്റെയും അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കാരണക്കാരിയായിട്ട് നമ്മളെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ളൊരു സ്വഭാവമാണ്. ആൺകുട്ടികൾ അത്രയ്ക്ക് അങ്ങ് സ്വയം കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം യൂഷ്വലി ആൺകുട്ടികൾ ചെയ്യുന്നത് ആ കുറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ കാരണവും അതിൻ്റെ കുറ്റവും എല്ലാം കൂടെയുള്ള പാർട്ട്ണറുടെ തലയിലോട്ട് വെക്കും. അവൾ കാരണം അങ്ങനെ സംഭവിച്ചത്, ഞാനതിൽ നീതിമാനാണ്, അവളാണ് എൻ്റെ പ്രശ്നം. പക്ഷേ പെൺകുട്ടികൾ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനിയിപ്പോൾ ആ പുരുഷൻ്റെ കാലത്തെ പ്രശ്നമാണെങ്കിൽ പോലും പെൺകുട്ടികൾ പറയും, അയ്യോ ഇത് എൻ്റെ കാലത്തെ പ്രശ്നമാണ്, ഞാൻ ആ ചേട്ടനോട് അത്രയും ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആവശ്യമില്ലാത്ത പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്, പറയാൻ മേലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ എന്നെ വെറുക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയത്, അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ സ്നേഹമില്ലാത്ത, അപ്പോൾ ഞാനാണ് കുറ്റക്കാരി, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തി മുറിവേൽപ്പിക്കുന്ന, അങ്ങനെ വീണ്ടും ഡിപ്രഷനിലേക്ക് ആഴ്ന്നു പോകുന്ന പെൺകുട്ടികളൊക്കെയുണ്ട്. സത്യത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നത്? ഒന്ന് മറിച്ച് ചിന്തിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഈ പറയുന്ന കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും വാക്കുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ വാക്പയറ്റിനൊക്കെയാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് ഹേർട്ടായി പിന്നെ ഒരു മിണ്ടിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ ബന്ധം പിരിഞ്ഞു പോകുന്നവരെ. അപ്പോൾ അവിടെ ഒരു വെർബലായിട്ടുള്ള ഒരു ചെറിയ ആക്ടിവിറ്റി മാത്രമേ നടന്നിട്ടുള്ളൂ. അതിപ്പോൾ വലിയ തെറ്റോ അല്ലെങ്കിൽ വലിയൊരു ക്രിമിനൽ കുറ്റമോ ഒന്നുമല്ല. സ്നേഹിക്കുന്നവർ തമ്മിൽ ദേഷ്യപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞെന്നിരിക്കും. അത് ആ ഒരു സെൻസിൽ മാത്രം മനസ്സിലാക്കുക, അത് മറ്റേ ആളും അംഗീകരിക്കുക. അപ്പം ജസ്റ്റ് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് മറ്റേ പുള്ളി അത് മനസ്സിലേക്ക് എടുത്ത് ഇനി ഒരിക്കലും ക്ഷമിക്കത്തില്ല പൊറുക്കത്തില്ല എന്ന് പറയുന്നിടത്ത് യാതൊരുവിധ സ്നേഹബന്ധവും ഇല്ല. അപ്പം മറ്റേ പാർട്ട്ണറെ മനസ്സിലാക്കുക, അവർ ആ ഒരു സമയത്തെ ദേഷ്യം കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പോലും ഇത് നല്ല സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് എന്തും ആയിക്കൊള്ളട്ടെ, ഏത് കാര്യത്തിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ സെൽഫ് ബ്ലെയിമിംഗ് എന്ന് പറഞ്ഞ പരിപാടി നിർത്തുക. സ്വയം കുറ്റപ്പെടുത്തുന്നതും ആ രീതിയിലുള്ള കുറ്റബോധവും അങ്ങനെ സ്വന്തം പഴിചാരുന്നതും ഒക്കെ നമ്മളെ ഈ പറഞ്ഞ ഡിപ്രഷനിലേക്ക് നയിക്കും. ഒന്നാമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം ഈ പറഞ്ഞൊരു സെൽഫ് ബ്ലെയിമിംഗ് ആണ്. ഇനി രണ്ടാമായിട്ട് പ്രാക്ടീസ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ എന്നുള്ളതാണ്. നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മളെ തന്നെ സ്നേഹിച്ചാൽ അത് സ്വാർത്ഥതയാവില്ലേ, സെൽഫിഷ്നെസ് ആവില്ലേ? പക്ഷേ ശരിക്കും ഈ സെൽഫിഷ്നെസ്സും സെൽഫ് ലവും രണ്ടും വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റാരും സന്തോഷിക്കേണ്ട, മറ്റാരും സുഖിക്കേണ്ട, ഞാൻ മാത്രം സുഖിച്ചാൽ മതി, അല്ലെങ്കിൽ ഇനി അവരെ ദുഃഖിപ്പിച്ചിട്ടാണേലും വേണ്ടിയില്ല എനിക്ക് സുഖിക്കണം. ആ ഒരു മനോഭാവമാണ് ശരിക്കും സ്വാർത്ഥത എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. പക്ഷേ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അതല്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ? അതായത് നമുക്ക് നമ്മളെ ശരിക്കും സ്നേഹിച്ചാലേ നമ്മളെപ്പോലെ തന്നെ മറ്റു വ്യക്തികളെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സെൽഫ് ലവ് ഇല്ലാത്തവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ഉള്ളവർക്ക് ഒരിക്കലും സെൽഫിഷ് ആകാനും കഴിയത്തില്ല. കാരണം സെൽഫ് ലവ് ഉള്ള വ്യക്തി, തന്നെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും മറ്റേ വ്യക്തിയെക്കുറിച്ച് ഒരു പരിഗണനയുണ്ടാവും. ഈ സെൽഫിഷ്നെസ് ഉള്ള വ്യക്തി തന്നെക്കുറിച്ച് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. കാരണം അവന് ഈ പറഞ്ഞ ശരിയായ അർത്ഥത്തിലുള്ള സെൽഫ് ലവ് അവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് സ്വാർത്ഥനായി മാറുന്നു. എന്നെപ്പോലെ തന്നെയാണല്ലോ മറ്റേ ആളും, ആ രീതിയിൽ ആ വ്യക്തി ചിന്തിക്കത്തില്ല. ശരിക്കും സെൽഫ് ലവ് ഉള്ളവർ അതുകൊണ്ട് തന്നെ മറ്റേ വ്യക്തിയുടെ കാര്യത്തിലും ശ്രദ്ധാലുവായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സൂഹിക്കുന്ന പോലെ, ഞാനീ സന്തോഷിക്കുന്ന പോലെ മറ്റേ വ്യക്തിയും സൂഹിക്കണം, അവനും സന്തോഷിക്കണം. അല്ലെ എനിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അതുപോലെ മറ്റുള്ളവനും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അവൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ ഞാനും എനിക്ക് പറ്റാവുന്നത് ചെയ്യും എന്നൊക്കെയാണ് സെൽഫ് ലവ് ഉള്ളവർ കരുതുക. അവിടെ നമ്മൾ നമ്മുടെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു, നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കി വെക്കാൻ നോക്കുന്നു. അപ്പോൾ ഈ സെൽഫ് ലവിൻ്റെ മറ്റൊരു പേരാണ് സെൽഫ് കെയർ. സെൽഫ് ലവ് ഉള്ളവർ മാത്രമേ സെൽഫ് കെയർ ചെയ്യത്തുള്ളൂ. അതായത് സ്വന്തം ആരോഗ്യം പുഷ്ടിപ്പെടുത്താനായിട്ട് നോക്കുന്നു. അപ്പോൾ ഈ പലരും ഡിപ്രഷനിലൊക്കെ ആയി കഴിയുമ്പോൾ സെൽഫ് കെയർ ഒട്ടും ഉണ്ടാകത്തില്ല. അവർ ഭക്ഷണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ അവർ ആരോടും മിണ്ടത്തില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ശരീരത്തിന് ഒരുപാട് ഹാനികരമായിട്ടുള്ള കെമിക്കൽസ്, ശരീരത്തിൽ ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഹാനികരമായിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ ശരീരത്തെ സ്നേഹിക്കുന്നവർ, സെൽഫ് കെയർ ഉള്ളവർ, സെൽഫ് ലവ് ഉള്ളവർ
ശരിക്കും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കും. അപ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ പോസിറ്റീവായി തീരും. നല്ല പോസിറ്റീവായിട്ട് ഹോർമോൺസുകളും കെമിക്കൽസും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ നമ്മൾ നല്ലൊരു സന്തുലനാവസ്ഥയിലായിരിക്കും. നമുക്ക് നല്ല സന്തോഷമാവും മനസ്സിനൊക്കെ. അപ്പോൾ നമ്മളെ കാണുന്നവർക്കും സന്തോഷമാവും. അല്ലാതെ ഈ സെൽഫ് ലവും സെൽഫ് കെയറും ഒന്നും ഇല്ലാത്തവരാണ് ഈ നെഗറ്റീവ് തോട്ട്സും കൊണ്ടും ടോക്സിക് ആയിട്ടുള്ള തോട്ട് കൊണ്ടും ഒക്കെ നടക്കുക. അവരാണ് സെൽഫിഷായി പോകുന്നതും. അപ്പോൾ നമുക്ക് ഉള്ളതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിലേ നമ്മളെപ്പോലെ തന്നെ മറ്റു വ്യക്തികളെയും നമുക്ക് സ്നേഹിക്കാനായിട്ടും പരിഗണിക്കാനായിട്ടും പറ്റത്തുള്ളൂ. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ എനിക്ക് ഒന്നില്ലാത്തവന് കൊടുക്കണമെങ്കിൽ എനിക്ക് 2 ഉടുപ്പ് ഉണ്ടായിരിക്കണ്ടേ? അല്ലെങ്കിൽ എനിക്ക് ഒരു 5 ഉടുപ്പുണ്ടെങ്കിലും ഓക്കെയാണ്, എനിക്ക് ഒരു ഉടുപ്പ് മറ്റുള്ളവന് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഉടുപ്പ് കൊടുക്കാം. പക്ഷേ എനിക്ക് ഒരു ഉടുപ്പും ഇല്ലയെന്ന് വെച്ചോ, പിന്നെ എങ്ങനെയാണ് ഇല്ലാത്തവന് കൊടുക്കുന്നത്? ഇതുപോലെ തന്നെയാണ് സെൽഫ് ലവും. എനിക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലെ തന്നെ മറ്റുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ അത് ആരുമാകാം, നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വ്യക്തിയുമാകാം. അതിപ്പോൾ നമ്മൾക്ക് നമ്മൾ ശരിക്കും വാല്യൂ കൊടുക്കുന്നുണ്ട്, സ്നേഹം, നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ മറ്റു വ്യക്തികളെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്നേഹിക്കാനും നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കാനും. അല്ല, എന്നെ ഞാൻ 0% സ്നേഹിക്കുന്നുള്ളെങ്കിൽ മറ്റേ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കൂടുതൽ സ്വാർത്ഥനാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക. അപ്പോഴേ നമുക്ക് മറ്റേ വ്യക്തിയെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്യുക, ഡിപ്രഷൻ മാറാനായിട്ട് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നുകൂടാ. എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഞാനിങ്ങനെ മോന്തേ വെറുപ്പിച്ച് നെഗറ്റീവ് ചിന്തകളുമായിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഇങ്ങനെ ചടഞ്ഞു കൊടുത്ത് ഇരുന്നാൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ എൻ്റെ ജീവിതം തന്നെയാണ് നശിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുക. അതിന് നമ്മളെ തന്നെ ഒരു നാശത്തിലേക്ക് വിട്ടുകൊടുക്കരുത്. അങ്ങനെ സെൽഫ് കെയർ ഉള്ളവർ ഒരിക്കലും പിന്നെ ആ ഡിപ്രഷനിലേക്ക് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക. ഇനി മൂന്നാമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മളൊരു ഫിൽറ്റർ ചെയ്തിട്ടേ ഉള്ളിലേക്ക് എടുക്കാവുള്ളൂ എന്നുള്ളതാണ്. പലർക്കും ഈ ഒരു ഫിൽറ്ററിങ് പരിപാടി ഇല്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ശുദ്ധി ചെയ്തെടുക്കാറുണ്ട് കുടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ചിലപ്പോൾ കാൽസ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലോറിൻ ഉണ്ടാവും, അത് എന്തെങ്കിലുമൊക്കെ വാട്ടറിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്, ചിലപ്പോൾ ചെളി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അരിച്ച് മാറ്റിയിട്ട് ശുദ്ധിയായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാനായിട്ട് പാടുള്ളൂ. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അല്ലാതെ ഈ ചെളിയും അതുപോലെ കാൽസ്യവും മാഗ്നീഷ്യം എല്ലാം കൂടെ അളവിൽ കൂടുതൽ ഇങ്ങനെ പൊല്യൂഷൻ ആ വെള്ളത്തിൽ ഒരുപാടുണ്ടെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ കുടിച്ചാൽ നമ്മുടെ ഹെൽത്തിന് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അരിച്ച് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, ഫിൽറ്ററുകളിലൂടെയൊക്കെ കടത്തിവിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ല. എന്തുണ്ടെങ്കിലും അത് അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇമോഷണലി വലിയ ഡാമേജ് ഉണ്ടാക്കും. അതായത് ഇപ്പം ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു, ഒരാൾ നമ്മളെ നോക്കിയിട്ട് ഒരു തെറി വിളിച്ചെന്ന് നോക്കും. അപ്പോൾ ചിലവരത് അതേപടി ഫിൽറ്റർ ചെയ്യാതെ മനസ്സിലേക്ക് എടുക്കുക. അപ്പോഴേ നമുക്ക് അങ്ങനെ ഒരു ഫിൽറ്റർ ചെയ്യാതെ മനസ്സിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ അമിത പ്രാധാന്യം, അത് അർഹിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നമ്മൾ ഒരുപാട് ഹേർട്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തെറിക്ക് നമ്മൾ വിവരമില്ലാത്തവൻ എന്തെങ്കിലും ഒരു തെറി വിളിച്ചു, അവനവൻ്റെ പാട്ടിന് പോക്കോട്ടെ എന്നോർത്താൽ പ്രശ്നം തീർന്നു. അവിടെ പ്രത്യേകിച്ച് ഒരു ഈഗോ ക്ലാഷോ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഞാനത് മൊത്തത്തിൽ അത് ഫിൽറ്റർ ചെയ്യാതെ മനസ്സിലേക്ക് എടുക്കുമ്പോൾ ഒമ്പടാ ഇവനെന്നെ തെറി വിളിച്ചു, എന്നാൽ ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ എൻ്റെ ഈഗോ ഹേർട്ടാവുന്നു. അപ്പോൾ ഞാൻ അവനെ അതിനേക്കഴിഞ്ഞും കൂടുതൽ ഹേർട്ട് ചെയ്യാൻ പോകുന്നു. അവിടെ ഒരു അടിപിടിയാവുന്നു, മൊത്തം പ്രശ്നമാവുന്നു. പക്ഷേ മനസ്സിന് വലിപ്പമുള്ളവരെല്ലാം അത് അരിച്ചെടുക്കത്തുള്ളൂ. ഇനി നമ്മളെക്കുറിച്ച് ഒരാൾ വല്ലാണ്ട് പുകഴ്ത്തി പറഞ്ഞു, ഓ മോളെ നീ ഇത്ര സുന്ദരിയാന്ന് പറയുമ്പോഴത്തേക്ക് ആണോ, എന്നാൽ ഞാൻ ഐശ്വര്യയൊക്കെ റായിനെയും കവച്ചു വെക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ എന്നാൽ പിന്നെ ഞാനാണ് ഭയങ്കര സുന്ദരി, വേറെ ആരും അങ്ങനെ സുന്ദരിയില്ല എന്നൊക്കെ വിചാരിച്ച് ആ പറയണ അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യാതെ എടുക്കുമ്പോൾ അത് നല്ല കാര്യമായിക്കോട്ടെ ചീത്തക്കാരിയായിക്കോട്ടെ ഫിൽറ്റർ ചെയ്യാതെ എടുത്താൽ അത് ആത്യന്തികമായിട്ട് കുഴപ്പമാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിന് അർഹിക്കുന്ന പരിഗണനയെ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് പലരും ബുദ്ധിയുള്ളവർ പറഞ്ഞേക്കുന്നത്, നമ്മളൊരാൾ വാനോളം ഉയർത്തിയാലും ഭൂമിയോളം താഴ്ത്തിയാലും ഒന്നും നമ്മൾ അതിൽ അതിരി കവിഞ്ഞ് സന്തോഷിക്കുകയോ ഒരുപാട് ദുഃഖിക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും അതിനർഹമായിട്ടുള്ള പരിഗണന കൊടുത്ത് നമ്മൾ വേണ്ടത് മാത്രം, നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഫിൽറ്റർ ചെയ്ത് എടുക്കാറുള്ളൂ. അല്ലാതെ ഇവർ പറയണ പോലെ തന്നെ എടുക്കരുത്. ഇപ്പോൾ ഒരാൾ എന്നെ നോക്കി സുന്ദരനാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ എത്രമാത്രം സുന്ദരനാണ്, അല്ല എൻ്റെ ലുക്ക് എങ്ങനെയാണ്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു അവബോധമുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ സന്തോഷിക്കാനും പോകുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും കൊള്ളിയാലെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ കൂടുതൽ വിഷമിക്കാനും പോകുന്നില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ട്. അതുപോലെ നമ്മളെല്ലാം ഫിൽറ്റർ ചെയ്ത് എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഡിപ്രഷൻ ഉണ്ടാവത്തില്ല. ഇപ്പോൾ നമ്മുടെ പങ്കാളി നമ്മളോട് എന്തെങ്കിലുമൊക്കെ കശവിശ പറഞ്ഞു, അപ്പോൾ അതിൽ നമുക്ക് ഒരു പരിധി വിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വ്യക്തിയുടെ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞതായിരിക്കാം, അത് ഇച്ചിരി കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നോർത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുക. പലരും വെയിറ്റ് ചെയ്യാതെ ചാടിക്കയറി റിയാക്ട് ചെയ്യുമ്പോഴാണ് അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആവുന്നത്. അപ്പോൾ എന്ത് പ്രശ്നത്തിനാണെങ്കിൽ നമ്മൾ ഒരിച്ചിരി സമയം അനുവദിക്കുക. പിന്നെ കാലം മായ്ക്കാത്ത മുറിവുകളില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ഡിപ്രഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ ആ പോസിറ്റീവായിട്ടുള്ള രീതിയിലെടുത്ത് അതിന് അർഹമായിട്ടുള്ളൊരു ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ആ മുറിവുകളൊക്കെ അങ്ങ് ഹീലാവും. അതായത് ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ആണി കുത്തി കയറിയെങ്കിൽ
അതിപ്പോൾ തന്നെ ഹീലാവണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്താണേലും അതിനൊരു 3-4 ദിവസം വേണ്ടി വരും അതൊന്ന് ഹീലാവാൻ. ഇന്ന് എനിക്ക് വേദന എടുക്കും, നാളെ വേദന എടുക്കും, നാളത്തെ കഴിഞ്ഞ് ചിലപ്പോൾ നീരോ പഴുപ്പോ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ അങ്ങ് പൊക്കോളും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അത് ഹീലാവത്തില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു പ്രശ്നം ഉണ്ടായിരിക്കാം, വിഷമം ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെ നിങ്ങൾ എടുത്ത് ദൂരോട്ട് കളയുക. അപ്പോൾ ഒരു ആണി ഉള്ളിൽ കയറുമ്പോൾ അതെടുത്ത് ദൂരോട്ട് വലിച്ചൂരി കളഞ്ഞാലല്ലേ അത് അവിടെ ഹീലാവത്തുള്ളൂ, അല്ല അവിടെ ഇരുന്ന് പഴുക്കും എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഇതിങ്ങനെ ഊരി എറിഞ്ഞ് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഹീലാവും. അതിപ്പോൾ തന്നെ ഹീലാവത്തില്ല, പക്ഷേ അതിന് സമയമെടുക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. സാരമില്ല, ഇന്നെനിക്ക് വിഷമാണോ, നാളെ ഇത് മാറിക്കോളും എന്നുള്ള ചിന്തയോടെ ഇരിക്കുക. അപ്പോൾ കാലം വയ്ക്കാത്ത മുറിവുകളില്ല, അത് പയ്യങ്ങ് ഹീലായിക്കോളും. 3-4 ദിവസം കൊണ്ട് നിങ്ങൾ പിന്നെ ഹാപ്പി ആവും. അല്ലാതെ നിങ്ങൾ ആ പ്രശ്നത്തിൻ്റെ മേലെ അടയിരിക്കുമ്പോഴാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനൊക്കെ അർഹമായിട്ടുള്ളൊരു പ്രാധാന്യം മാത്രം കൊടുത്താൽ മതി. ആ രീതിയിൽ എടുക്കുമ്പോൾ ആ പ്രശ്നമൊക്കെ ഇല്ല. ഇനി 4ാമതായിട്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക എന്നുള്ളതാണ്. അതൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കാം, നിറയെ പൂക്കളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കാം. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ആ പ്രകൃതിയെ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയെ ഒന്ന് നോക്കിക്കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് എത്ര ഡിപ്രഷൻ ഉണ്ടല്ലോ അതൊക്കെ മാറും. എല്ലാ ദിവസവും നമ്മളൊരു 10 മിനിറ്റെങ്കിലും അങ്ങനെ പോയി ഒന്ന് ഇരുന്ന് നോക്കി എന്ത് രസമാണെന്നറിയോ. നമ്മൾ ഈ AC റൂമിലിരിക്കുന്ന സുഖമൊന്നും അല്ല അത്. ശരിക്കും പ്രകൃതിയുടെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ആ ഒരു വൈബും എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ഒരു ലെവലാണ്. അത് അനുഭവിക്കുന്നവർ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു വൈബ് അനുഭവിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പകുതി ഡിപ്രഷൻ ആ വഴിക്ക് തന്നെ അങ്ങ് പൊക്കോളും. ഒന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് വെറുതെ ഈ പ്രകൃതി ഒന്ന് നോക്കിയാൽ മാത്രം മതി. നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും ഒക്കെ അലിഞ്ഞില്ലാതെയാവുന്നതാണ്. ഇനി 5ാമതായിട്ട് എൻ്റർടൈൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. പലരും ഈ ഒരു ഡിപ്രഷനൊക്കെ വരുമ്പം ചടഞ്ഞു കുത്തിയിരുന്ന് വീണ്ടും ഡിപ്രഷനിലേക്ക് വീണ് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന, നമ്മളിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകളിൽ ഏർപ്പെടുക. അപ്പോൾ നമുക്കൊരു വേണേ ഒരു ടൂർ അടിക്കാൻ പോവാം, അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണാനായിട്ട് പോവാം. അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ ഒരു കോമഡി പ്രോഗ്രാം കാണാം. അപ്പോൾ നമ്മുടെ യൂട്യൂബൊക്കെ എടുത്ത് എപ്പോഴും കോമഡി ഉണ്ട്, അല്ലെങ്കിൽ ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ മനോരമ മാക്സിലൊക്കെ ആണെങ്കിൽ ഫുൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സുണ്ട്, നമുക്ക് ഒരുപാട് ചിരി വരുന്ന രീതിയിൽ കോമഡി അവതരിപ്പിക്കുന്ന നല്ല കണ്ടന്റുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാവും. ഇനി 6ാമതായിട്ട് മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. നല്ല മെലോഡിയസ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്. ഇനി അടിച്ചുപൊളി മ്യൂസിക്കാണെങ്കിൽ അടിച്ചുപൊളി മ്യൂസിക്, അതൊക്കെ കേട്ടിരുന്നാൽ മതി. ഡിപ്രഷനൊക്കെ അങ്ങ് പറന്ന് പോകുന്നതാണ്. ഇനി 7ാമതായിട്ട് ഷെയർ യുവർ ഫീലിങ്സ് എന്നുള്ളതാണ്. ഒന്നിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയോട്, അത്യാവശ്യം സൈക്കോളജി ഒക്കെ അറിയാവുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും ഡിപ്രഷനും ഒക്കെ തുറന്നു പറയാം. അത് തുറന്നു പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ പകുതി പ്രശ്നം അവിടെ തീരും. ഇപ്പോൾ പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും ഇങ്ങനെ ആത്മഹത്യയുടെ വക്കി നിന്നിട്ട് ഞാൻ ഇപ്പം മരിക്കും, എനിക്കിപ്പോൾ ചാവാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയും. പക്ഷേ നമ്മളൊരു കുറച്ച് സമയം ഇവരോട് മിണ്ടി കഴിയുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാവും. പിന്നെ അവർക്ക് ആത്മഹത്യയും ചെയ്യേണ്ടായേ ഞാൻ അങ്ങനെ പറഞ്ഞു ഏത് കാലത്ത് എന്നുള്ള രീതിയിലായി. പിന്നെ അവർക്ക് ജീവിതം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ അത്രയൊക്കെയുള്ള ഒരാളോട് ഷെയർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതൊരു എക്സ്പെർട്ട് ആവണമെന്ന് പോലും ഇല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളായി മതി. നിങ്ങളിപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു, നാളെ അത് അങ്ങാടി മുഴുവൻ അറിയുന്ന അങ്ങനത്തെ ടീം ആൾക്കാരോടൊന്നും പറഞ്ഞേക്കില്ല. നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്ന, അവരെ കൊന്നാലും പറയത്തില്ല എന്നുള്ള അത്രയും ബോധ്യമുള്ളവരോട് മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എന്ത് വിഷമം പറഞ്ഞാലും അതൊക്കെ ആ ഡിപ്രഷനൊക്കെ ആ വഴിക്ക് അങ്ങ് പമ്പ കിടക്കും. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവും. ഇപ്പോൾ അവരൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല, ഇപ്പോൾ നിങ്ങൾ ഈ ഭാരം ഒന്ന് പറഞ്ഞ് എടുത്ത്, അതായത് നമ്മളിപ്പം ഈ ഡിപ്രഷനൊക്കെ ഉള്ളപ്പോഴേ നമ്മുടെ കയ്യിലൊരു 100 കിലോ വെയിറ്റ് ഇരിക്കുന്ന പോലെയാണ്. അപ്പോൾ വേറെ ഒരു വ്യക്തിയോട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 100 കിലോ വെയിറ്റ് താഴെ ഇറക്കി വെക്കുന്ന, പിന്നെ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്.